ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോർമൽ സ്ലിറ്റ് സൽവാർ അല്ലാതെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേണിലുള്ള ഒരു ടോപ്പ് ചെയ്തെടുക്കാം. അതും നമ്മൾ 3 പീസ് മെറ്റീരിയൽ വാങ്ങില്ലേ, മുറിച്ചെടുക്കുന്ന തുണിയല്ല കേട്ടോ. നമ്മൾ പാൻറ്റ് ടോപ്പ് ദുപ്പട്ടയൊക്കെ സെറ്റായിട്ട് വരണില്ലേ, ആ തുണി വെച്ചിട്ട് ഇത് വെച്ച് സാധാരണ എന്തെല്ലാവരും ചെയ്യുക, ഒരു നോർമൽ ടോപ്പ് സൈഡ് സ്ലിറ്റൊക്കെ ഇട്ട് അങ്ങ് ചെയ്യും. അതല്ലാതെ ഇതിന് വേറൊരു പാറ്റേണിനെ പറ്റി ചിന്തിക്കുകയും കൂടി ചെയ്യില്ല. ഇപ്പോൾ ഈ സ്ലിറ്റ് സൽവാറൊക്കെ കുറഞ്ഞു തുടങ്ങി. കൂടുതലും ഈ ഗൗണ് ഫ്രോക്കൊക്കെ പോലുള്ള ടോപ്പുകളാണ് ഇപ്പോൾ കൂടുതലും ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ തയ്ക്കാൻ കൊടുത്ത് വേറെ മോഡൽ പറഞ്ഞാൽ അവർ പറയും തുണി തികയില്ല, പിന്നെ ഇത്ര ഇറക്കത്തിൽ വർക്ക് ഉള്ളതുകൊണ്ട് അത് കട്ടായി പോകും, അങ്ങനെ 100 കൂട്ടം ഇതുകൾ പറയും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വർക്കൊക്കെ ഒന്നും കട്ടായി പോകാതെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ചെയ്തെടുത്താലോ. നമ്മൾ തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുക, പിന്നെ പറയും വേണ്ട. ഇനി നമുക്ക് തുണി 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഈ തുണിയിൽ ഓൾറെഡി നെക്കിൻ്റെ പാറ്റേൺ ഉണ്ട്. അപ്പോൾ നെക്ക് 2 സൈഡിലേക്കും ഒരേപോലെ തന്നെ ഒപ്പാക്കി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ഒരു സൈഡിലേക്ക് കയറി ഇറങ്ങിയൊക്കെ പോകും. അപ്പോൾ ഇതൊരു ആംഗിൾ ലെങ്ത് ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് ഒരു 46 ഇഞ്ചാണ്. അപ്പോൾ 46 ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ തുണി മടക്കിയിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ചാണ് ഷോൾഡർ. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് നമുക്ക് കൈക്കുഴിയുടെ നീളം ആ സെയിം 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തം 7 ഇഞ്ചിൽ നമുക്കൊന്ന് ആം ഹോൾ നീട്ടി വരച്ച് കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 9.75 ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പായിട്ടൊരു 1.5 ഇഞ്ച് നീക്കിയിട്ടൊരു പോയിൻ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഒരു ലൈനാക്കി വരച്ച് നമുക്ക് ഈ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ കോർണറിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് നീക്കിയിട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആം ഹോളിൻ്റെ സെൻറ്ററിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കൂടി ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് 14 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂണിയും കൂട്ടിയിട്ട് 15.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് നീട്ടി വരക്കാം. അപ്പോൾ ഈ വരക്കുമ്പോൾ നമ്മൾ ഈ തുണിയുടെ വിഡ്ത്ത് എത്രയാണോ ആ തുണിയുടെ കംപ്ലീറ്റ് വിഡ്ത്തിലേക്ക് നമ്മൾ 15.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഒരു ലൈൻ നീട്ടി വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിൽ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പ് എക്സ്ട്രാ 1.5 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തയ്യൽ തുമ്പും കൂടി ഇതേപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിവിടെ ഈ താഴത്തെ ഭാഗത്ത് 1 ഇഞ്ച് ഷേപ്പിന് വേണ്ടിയിട്ടൊന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 1 ഇഞ്ച് തൊട്ടിട്ട് ടോപ്പിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ അറ്റത്തേക്ക് ഇതേപോലെ ടേപ്പ് ഒന്ന് ചെരിച്ച് വെച്ചിട്ടൊന്ന് നീട്ടി വരച്ച് കൊടുക്കാം. നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ലൈനില്ലേ, ആ ലൈനിൽ തന്നെ നമുക്ക് 5 ഇഞ്ച് നീക്കിയിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അറ്റം തുടങ്ങിയിട്ട് നമ്മൾ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, ആ പോയിൻ്റ് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. 5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് ആ വർക്കിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ടോപ്പിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യാനായിട്ട്. താഴേക്ക് ഇനി വേറെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് സ്മോൾ, മീഡിയം, ലാർജ് വരെയുള്ളവർക്ക് ഈ ഒരു പാറ്റേണിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ യോക്ക് പാർട്ടിൽ നമ്മൾ ഈ ലൈൻ വരച്ചില്ലേ, ആ ലൈൻ വരെ മാത്രം കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ എത്തിയിട്ട് നമുക്ക് കട്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈൻ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ് വരെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് കട്ട് ചെയ്ത് നമ്മുടെ വർക്കിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കരുത്. ഇവിടം വരെ മാത്രം കട്ട് ചെയ്ത് നിർത്തുക. നമുക്ക് ഫ്രണ്ടിലെ പീസ് ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിലെ പീസ് അറ്റം വരെ കട്ട് ചെയ്ത് യോക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആ 1 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ചില്ലേ, അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൽ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് സൈഡിൽ 2 സൈഡിൽ മാത്രമായിട്ട് പ്ലീറ്റ് ഇട്ടാൽ മതി. ബാക്കിൽ നമുക്ക് ഫുള്ള് വിട്ട് പ്ലീറ്റ് ഇട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടൊരു സ്റ്റിച്ച് കൊടുത്ത് തുണി ഇതേപോലെ ഒന്ന് വലിച്ച് നമുക്ക് ഈ മുകളിൽ യോക്ക് പാട്ടുണ്ടല്ലോ, ആ യോക്കിൻ്റെ വിട്ടിനൊപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ ഈ 2 സൈഡ് ഉണ്ടല്ലോ തയ്യൽ തുമ്പ്, ആ തയ്യൽ തുമ്പിന് സൈഡ് പ്ലീറ്റ് ഇടാതെ ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ചുരുക്കുകൾ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ യോക്കിൻ്റെ കറക്റ്റ് വിഡ്ത്തിൻ്റെ ഒപ്പാക്കി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പ് യോക്കിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും നല്ല വശം തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ കട്ടിട്ടിട്ടില്ലേ, ആ കട്ടിട്ട അത്രയും വിഡ്ത്തിലേക്ക് നമുക്ക് ഈ താഴത്തുള്ള ഭാഗം ഉണ്ടല്ലോ
അത് ചുരുക്കിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഇതേപോലെ വലിയ സ്റ്റിച്ചിട്ട് അകലുള്ള സ്റ്റിച്ചിട്ടിട്ട് ഒന്ന് ആദ്യം തയ്ച്ചിട്ട് നൂല് ഇതേപോലെ ഒന്ന് വലിച്ച് ചുരുക്കുകളിട്ടെടുക്കാം. അപ്പം നമ്മൾ ചുരുക്കിട്ടെടുക്കുമ്പോൾ ഈ കട്ട് ചെയ്ത ആ വിഡ്ത്തുണ്ടല്ലോ, ആ കറക്റ്റ് വിഡ്ത്തിൻ്റെ അത്രയും തന്നെ ആക്കിയിട്ട് എടുക്കുക. രണ്ട് സൈഡിലും ചെയ്തെടുക്കുക. ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡിലും തയ്യൽ തുമ്പിൻ്റെ ഭാഗം ചുരുക്കിടാണ്ട് ഒഴിവാക്കിയിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ ഒപ്പാക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടക്കൊക്കെ സ്റ്റിച്ച് ചെയ്യൂലേ, ആ ഒരു രീതിയിൽ വേണം നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടം വരെയല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ട് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങിയല്ല നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ ടക്കൊക്കെ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഫ്രില്ലിട്ട ഭാഗം ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് പിടിച്ചിട്ട് നമ്മൾ ആ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ പോയിൻ്റിൻ്റെ അവിടെ നിന്ന് മോൾ ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി പിടിക്കുക. എന്നിട്ട് അത് നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ സൂചി തുണിയിലേക്ക് ഡയറക്റ്റ് കുത്തി ഇറക്കരുത്. ആദ്യം നമുക്ക് സൂചി ഇതേപോലെ ഒന്ന് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഈ തുണി സൂചിയുടെ നേരെ മുട്ടിച്ച് ജസ്റ്റ് വെക്കുക. എന്നിട്ട് വേണം തുണിയുടെ മുകളിലേക്ക് സൂചി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ആ ടക്കിൻ്റെ പോലെ സ്റ്റാർട്ട് ചെയ്യുക, താഴത്തേക്ക് അറ്റത്തേക്ക് എത്തുമ്പോൾ അരയിഞ്ച് തയ്യൽ തുമ്പ് തന്നെ കൊടുത്തിട്ട് ചെയ്യുക. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ കറക്റ്റ് ഒരു നല്ലൊരു ലൈൻ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂഷൻ ആയിട്ടൊരു ലൈനായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ മറ്റോടത്ത് സാധാരണ കൊടുത്ത പോലെ അരയിഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ആകെ ചുളുങ്ങിക്കൂടിയിരിക്കും. അപ്പോൾ അങ്ങനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടക്ക് ചെയ്യണ പോലെ നമ്മൾ അടിച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലുള്ള വർക്കിനൊന്നും ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാതെ നല്ലൊരു പാറ്റേൺ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാറ്റേണും ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ഓൾറെഡി ഈ പാറ്റേണിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കഴുത്തകലവും കഴുത്തിറക്കവും ഒക്കെ നമ്മളുടെ ഇതുമായിട്ടൊന്ന് കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പീസ് വെച്ചിട്ട് കഴുത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് മറിച്ചിട്ടെടുക്കാം, സാധാരണ ചെയ്യണ പോലെ തന്നെ. ഇതേപോലെ നമുക്ക് ബാക്കിൽ ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതേപോലെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡേഴ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കിലെ നെക്ക് ഉണ്ടല്ലോ, ആ നെക്കിൻ്റെ ആ സ്റ്റിച്ചിങ് ലൈനിനോട് ക്ലോസ് ആയിട്ട് ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതേപോലെ ഫ്രണ്ടിലത്തെ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിലെ ക്യാൻവാസിനെ ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് റോങ് സൈഡിലേക്ക് പോയിക്കോളും. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, സ്ലീവ് ഈ ആം ഹോളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയില്ലേ, ആ കുഴിച്ച് വെട്ടിയ ഭാഗം ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് സ്ലീവിൻ്റെ സൈഡ് മാറിപ്പോകരുത്, റൈറ്റും ലെഫ്റ്റും മാറിപ്പോകരുത്, ബാക്കിലേക്കായി പോകരുത് കുഴിച്ച് വെട്ടിയത് വരണത്. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ചിട്ട് സ്ലീവും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് താഴത്തെ ഭാഗത്തെ വക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സൈഡൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. സ്ലീവ് ലൂസ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഇതേപോലെ അറ്റം വരെ കൈക്കുഴിയിൽ വരെ അടിക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യോക്ക് പാർട്ട് വരെ, അത് കഴിഞ്ഞ് താഴെ അറ്റം വരെ നമുക്ക് സൈഡൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡും ടോപ്പിൻ്റെ അപ്പുറത്തെ സൈഡും സ്ലീവ് ഇട്ടിട്ട് താഴെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം.